പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ. ലിസ്റ്റ് എവിടെ, ലിസ്റ്റ് എവിടെ, ലിസ്റ്റ് എവിടെ? ഈ സ്ഥാനാർത്ഥി പട്ടിക എന്ന് പറയുന്നതേ പപ്പടം ഒന്നുമല്ല, പറയുന്ന ഉടനെ കാച്ചിയെടുക്കാൻ. ഞങ്ങൾക്ക് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, AICC, അങ്ങനെ 10-250 നേതാക്കന്മാര് തന്നെയുണ്ട്. അല്ലാതെ ഇത് CPIM ഒന്നും അല്ല. ഒരു നേതാവും അറ്റൻഷൻ സ്റ്റാൻഡിറ്റീസ് എന്ന് പോവാൻ. ഇവിടെ ചോദിക്കാനും പറയാനും മറിക്കാനും തിരിക്കാനും ഒക്കെ ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാരുള്ള പാർട്ടിയാ. അല്ലേ? ഞങ്ങളുടെ അണ്ണന്മാരെ മെത്രാനെയും ബാവേനെയും ശിവഗിരിനെയും കരയോഗത്തേനെയും A to Z ഗ്രൂപ്പിനെയും കണ്ട് ഒരു ലിസ്റ്റൊക്കെ ആക്കി വെച്ചിരുന്നതാ. പക്ഷേ ഡൽഹി ചെന്നപ്പോഴേ വേണുവേട്ടൻ അത് അത്ര പിടിച്ചില്ല. ഒരു കീറി. അങ്ങനെ കയ്യിലുള്ളതിന്റെ ആ സന്തുലിതാവസ്ഥ അങ്ങ് പോയി. പുറത്തോട്ട് ഇറങ്ങി വന്ന സതീശൻ സാറിന്റെ മുഖം ഒന്ന് കാണണ്ടേയായിരുന്നു. പോത്തിനെന്ത് ഏത്തവാഴയെന്നും പറഞ്ഞു പോയതാ. അവസാനം പറങ്ങേണ്ടി പോയ അണ്ണാനെ പോലെ ഇറങ്ങി വന്നേ. പിന്നെ ഇവിടുന്ന് പോയ സുധാരണൻ കാണാതെ പിന്നെ കേരള ഹൗസിന്റെ മുന്നിൽ ഒരു തഴപ്പ മേടിച്ചിട്ടിരുന്ന ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയ മൂന്നാളും കൂടെ. സുധാരണന്റെ കുറച്ച് ആൾക്കാര്, വേണുവേട്ടന്റെ കുറച്ച് ആൾക്കാര്, ചെന്നിത്തല സാറിന്റെ കുറച്ച് ആൾക്കാര്, വന്നോര് നിന്നോര് ഇരുന്നോര് കിടന്നോര് എല്ലാരും കൂടെ വെച്ചൊരു ലിസ്റ്റ് ഉണ്ടാക്കി ഇന്നലെ പുറത്തുവിട്ടു. രണ്ടാം ഘട്ട ലിസ്റ്റ് ഇന്ന് പുറത്തുവിട്ടില്ലയോ? ഞങ്ങളുടെ പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ജനാധിപത്യ പ്രക്രിയക്ക് സമയമെടുക്കും, കാത്തിരിക്കണം. പിന്നെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നത് വരെ സമയമുണ്ട് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ. മുഴുവൻ സ്ഥാനാർത്ഥി പട്ടികയും പുറത്തു വരുമായിരിക്കും.